VSന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘം VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. നിലവിലെ ചികിത്സ തുടരാനാണ് സംഘത്തിന്റെ നിർദ്ദേശം. വിശദമായ റിപ്പോർട്ട് സംഘം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. VS അനുരാഗ് ഉണ്ട്. വിശദമായ വിവരങ്ങളുമായി നമുക്കിപ്പം അനുരാഗ്, VSന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിലടക്കം പറഞ്ഞത്. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. എന്താണ് സംഘത്തിന്റെ വിലയിരുത്തൽ? എങ്ങനെയാണ് നിലവിലെ ചികിത്സ പുരോഗമിക്കുന്നത്? സേതു 11:30 പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ രീതിയിലായിട്ടില്ല. അതിനുള്ള ശ്രമമാണ് തുടരുന്നത്. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്താനായി നിയോഗിച്ചത്. ആ സംഘം പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. വിദഗ്ധ സംഘത്തിന് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലെ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ മെഡിക്കൽ ബോർഡ് യോഗം കൂടി ചേർന്നു. സംയുക്ത യോഗമാണ് ചേർന്നത്. ആ യോഗം അവസാനിച്ചിരിക്കുന്നു. ആ യോഗത്തിലാണ് നിലവിലെ ചികിത്സ തുടരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം വിശദമായ റിപ്പോർട്ട് ഈ സംഘം സർക്കാരിന് കൈമാറുകയും ചെയ്യും. ആരോഗ്യവകുപ്പിനാകും ഈ റിപ്പോർട്ട് കൈമാറുക. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. സ്പെഷ്യലിസ്റ്റുകളുടെ വിദഗ്ധ സംഘമാണ് അദ്ദേഹത്തിന് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി വരുന്നത്. അതിനൊപ്പം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചികിത്സ നിലവിലേത് തുടരാൻ തന്നെയാണ് ഈ വിദഗ്ധ സംഘം കൂടി ഇപ്പോൾ ഉപദേശം നൽകിയിട്ടിരിക്കുന്നത്. അതിനൊപ്പം വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. ആ റിപ്പോർട്ടിൽ എന്താകും ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെയും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നേരിൽ കാണാൻ സാധിക്കുന്നില്ല. കാര്യം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായും ബന്ധുക്കളുമായും ഇവരൊക്കെയും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവാനായ അദ്ദേഹം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയാണ് ഏവർക്കും ഉള്ളത്. ശരി അനുരാഗ്, അങ്ങനെ തന്നെ ആവട്ടെ. അദ്ദേഹം എത്രയും വേഗം ആരോഗ്യവാനായി തിരികെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.